ഹലോ നമസ്കാരം. എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നീറ്റ് 2025 പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് പ്രഖ്യാപിക്കുവാനുള്ള സമയങ്ങളെല്ലാം ഏകദേശം അടുത്തു കഴിഞ്ഞു. ഇനി എല്ലാ വിദ്യാർത്ഥികൾക്കും അറിയേണ്ടത് ഒരു അലോട്ട്മെന്റ് പ്രോസസ്സ്, അത് കഴിഞ്ഞുള്ള കോളേജ് പ്രവേശനം തുടങ്ങിയ കാര്യങ്ങളാണ്. നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും ഡൗട്ടുകൾക്കുമുള്ള എല്ലാവിധ ഉത്തരങ്ങളുമായി ഈ ചാനലിൽ തന്നെ നിങ്ങളുടെ മുന്നിൽ വീഡിയോകളുമായി ഞങ്ങൾ എത്തുന്നതായിരിക്കും. നിങ്ങൾ ഇതുവരെയും ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്നുള്ള വീഡിയോസിനായി ഒരു നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമ്മുടെ നീറ്റിന്റെ റിസൾട്ട് വന്നതിന് ശേഷം, റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം നിങ്ങൾക്ക് ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യാനായിട്ട് നമ്മുടെ സൈറ്റ് ഓപ്പൺ ആകുന്നു. അത് കഴിഞ്ഞായിരിക്കും നിങ്ങളുടെ അലോട്ട്മെന്റിലേക്ക് കടക്കുക. ഫസ്റ്റ് അലോട്ട്മെന്റ്, സെക്കൻഡ് അലോട്ട്മെന്റ്, ട്രയൽ അലോട്ട്മെന്റ് തുടങ്ങിയ അലോട്ട്മെന്റ് കഴിഞ്ഞ് നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയ കോളേജുകളിലേക്ക് നിങ്ങൾ പ്രവേശിക്കുവാൻ പോവുകയാണ്, അഡ്മിഷൻ എടുക്കുവാൻ പോവുകയാണ്. ആ ഒരു സമയത്ത് എന്തെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ്, മേജർ ആയിട്ട് ഒരു 10 ഡോക്യുമെന്റ്സ് ആണ് ഈ ഒരു നീറ്റിന്റെ അഡ്മിഷൻ എടുക്കാൻ നിങ്ങൾ കോളേജിലേക്ക് പോകുന്ന സമയത്ത് ഉറപ്പായും നിങ്ങളുടെ കൈകളിൽ ഉണ്ടാവേണ്ടത്. അപ്പോൾ അതിനെപ്പറ്റി അതെന്തൊക്കെയാണെന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം. ആദ്യമായി പറയുന്നത് നിങ്ങളുടെ നീറ്റിന്റെ അഡ്മിറ്റ് കാർഡ്. നിങ്ങൾ നീറ്റ് എക്സാമിനേഷൻ എഴുതാനായിട്ട് പോകുമ്പോൾ ആ ഒരു എക്സാം സെന്ററിൽ കൊണ്ടുപോയി നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് എന്തായാലും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. അത് ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ നഷ്ടപ്പെട്ടു പോയെങ്കിൽ നിങ്ങൾക്ക് സൈറ്റിൽ നിന്ന് റീഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. അതുപോലെ തന്നെ സെക്കൻഡ് ആയിട്ട് പറയുന്നത്, നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം നിങ്ങൾക്ക് നീറ്റിന്റെ ഒരു സ്കോർ കാർഡ് സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിന് എത്ര മാർക്ക് വീതം കിട്ടി എന്ന് സൂചിപ്പിക്കുന്ന ഒരു സ്കോർ കാർഡ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കയ്യിൽ സൂക്ഷിക്കണം. മൂന്നാമതായി, നിങ്ങൾക്ക് ഏത് കോളേജിലാണോ അഡ്മിഷൻ കിട്ടിയത് ആ കോളേജിലേക്കുള്ള നിങ്ങളുടെ പ്രൊവിഷണൽ അലോട്ട്മെന്റ് ലെറ്റർ, അതും നിങ്ങൾക്ക് ആ ഒരു നീറ്റിന്റെ സൈറ്റിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങളും സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ കയ്യിൽ സൂക്ഷിക്കുക. പിന്നെ നാലാമതായി പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് കാര്യം, നിങ്ങളുടെ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ്. അത് ജസ്റ്റ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫായിട്ട് മാത്രം എടുക്കുന്നതാണ്. ഇൻ കേസ് അതില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഡേറ്റ് ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാലും അത് ഇത് ഒറിജിനൽ തന്നെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. 5ാമതായി പറയുന്നത് നിങ്ങളുടെ +2 സർട്ടിഫിക്കറ്റ് ആണ്. +2ന്റെ മാർക്ക് ഷീറ്റ് സൂചിപ്പിക്കുന്ന നിങ്ങൾ പാസ്സായി എന്ന് കാണിക്കുന്ന +2ന്റെ സർട്ടിഫിക്കറ്റ് കയ്യിൽ കാണിക്കുക. 6ാമതായി നിങ്ങളുടെ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റും കോൺടാക്ട് സർട്ടിഫിക്കറ്റ്. +2 നിങ്ങൾക്ക് ലഭിക്കുന്ന TCയും CCയും നിങ്ങളുടെ കൈകളിൽ ഒറിജിനൽ തന്നെ എന്തായാലും വച്ചിരിക്കണം. 7ാമതായി വേണ്ടത് ഏതെങ്കിലും ഒരു വാലിഡ് ഫോട്ടോ ID ആണ്. നിങ്ങളുടെ ID പ്രൂഫ് എന്ന രീതിയിൽ ഒന്നെങ്കിൽ പാൻ കാർഡോ ആധാർ കാർഡോ പാസ്പോർട്ടോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഹാജരാക്കാം. ഒരു ID കാർഡ് നിങ്ങളുടെ കയ്യിൽ എന്താണെങ്കിലും ഉണ്ടാകണം. ഈ 7 ഡോക്യുമെന്റ്സും എല്ലാ വിദ്യാർത്ഥികളുടെ കയ്യിലും ഉറപ്പായിട്ടും ഉണ്ടാകേണ്ട ഒരു കാര്യങ്ങളാണ്. ഇനി പറയുന്ന 8ാമതായിട്ട് നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോസ്. അത് ഓൾറെഡി നിങ്ങൾ അഡ്മിറ്റ് കാർഡിൽ കൊടുത്തിരിക്കുന്ന ഫോട്ടോസ് ആയാൽ അത്രയും നല്ലത്, അല്ലാത്ത ഫോട്ടോസ് ആണെങ്കിലും കുഴപ്പമില്ല. ബട്ട് ഏറ്റവും ഉചിതം എന്ന് പറയുന്നത് നിങ്ങൾ അഡ്മിറ്റ് കാർഡിൽ കൊടുത്തിരിക്കുന്ന സെയിം ഫോട്ടോ തന്നെ ആയിരിക്കണം എന്നതാണ്. അതിൻ്റെ ഒരു 6ഓളം കോപ്പീസ് നിങ്ങളുടെ കൈകളിൽ സൂക്ഷിച്ചിരിക്കണം. ഈ 8 കാര്യങ്ങൾ, 7 ഡോക്യുമെന്റ്, ഫോട്ടോ കോപ്പി, ഫോട്ടോ സൈസ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോസും ഉൾപ്പെടെയുള്ള 8 കാര്യങ്ങളും എല്ലാ വിദ്യാർത്ഥികളും ഇമ്പോർട്ടൻ്റ് ആയിട്ടും കയ്യിൽ സൂക്ഷിക്കണം. പിന്നെ 2 ഡോക്യുമെന്റ്സ് ആയിട്ട് പറയുന്നത്, ഒന്ന് കാസ്റ്റ് സർട്ടിഫിക്കറ്റ്. അത് EWS, SC, ST തുടങ്ങിയ റിസർവേഷൻ കാറ്റഗറിയിൽ വരുന്ന വിദ്യാർത്ഥികൾ, അതിനുള്ള അർഹതയുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രം ആ ഒരു കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അവിടെ ഹാജരാക്കേണ്ടി വരും, ഒറിജിനൽ തന്നെ ഹാജരാക്കേണ്ടി വരും. പിന്നെ ഏറ്റവും അവസാനമായിട്ട് പറയുന്നത് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ആണ്. ഏതെങ്കിലും രീതിയിലുള്ള ഡിസബിലിറ്റി നിങ്ങളുണ്ട്, ആ ഡിസബിലിറ്റി സൂചിപ്പിക്കുവാനായിട്ടുള്ള ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ആ ഒരു കോളേജിലേക്ക് പ്രവേശനത്തിന് പോകുമ്പോൾ അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഒരു 10 ഡോക്യുമെന്റ്സ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു നീറ്റിന്റെ അഡ്മിഷന് നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ട കാര്യങ്ങൾ. ഇതെല്ലാം നിങ്ങൾക്ക് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം ആ ഒരു അലോട്ട്മെന്റ് കഴിഞ്ഞുള്ള അഡ്മിഷൻ പ്രോസസ്സിലേക്ക് പോവുക. തുടർന്നും ഇതുപോലെയുള്ള നീറ്റുമായി ബന്ധപ്പെട്ട എല്ലാവിധ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സും ഈ ഒരു ചാനലിലൂടെ നിങ്ങളുടെ മുന്നിൽ അതത് സമയങ്ങളിൽ തന്നെ എത്തിയിരിക്കും. തുടർന്നുള്ള വീഡിയോകൾക്കായി ഈ ഒരു ചാനൽ നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളോടൊപ്പം തുടർന്നോളൂ. മറ്റൊരു വീഡിയോ കാണാം. ബൈ.